യുഎസ് പ്രസിഡന്റായി തുടർന്നിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. കമല ഹാരിസ് യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവില്ല. കമല അത്രയധികം ഇസ്രായേലിനെ വെറുക്കുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസുമായിട്ടുള്ള മുഖാമുഖ സംവാദത്തിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ ട്രംപ് ഉന്നയിച്ചത്. കമല ഇസ്രായേലിനെ വെറുക്കുന്നു, അവർ പ്രസിഡന്റായാൽ 2 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഇല്ലാതാവുമെന്നും ട്രംപ് ആരോപിക്കുന്നു. ചൊവ്വാഴ്ച രാത്രിയിൽ ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു ട്രംപ് കമല ഹാരിസ് സംവാദം. ഇരുവരും തമ്മിലുള്ള ആദ്യത്തെ പ്രസിഡൻഷ്യൽ സംവാദം കൂടിയാണിത്. അറബ് രാജ്യങ്ങളെയും ജനങ്ങളെയും കമല ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പ്രസിഡന്റായിരുന്നപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ താരതമ്യേന കുറവായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്റെ പ്രസിഡന്റ് കാലയളവിൽ ഇറാൻ തകർന്നുപോയിരുന്നു. ഇന്ന് ഇറാന് 300 ബില്യൺ ആണ് ഉള്ളത്. കാരണം അവർക്കെതിരെ ഞാൻ ചുമത്തിയ എല്ലാ ഉപരോധങ്ങളും യുഎസ് ഒഴിവാക്കി. ഇറാന് ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ മറ്റേതെങ്കിലും ഗ്രൂപ്പിനോ തീവ്രവാദ പ്രവർത്തനം നടത്താനായി പണമില്ലായിരുന്നു. ഇനിയും ആ രീതി പിന്തുടരുവാൻ അറിയാം. അതും വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കുടിയേറ്റക്കാർക്കെതിരെയും വിവാദ പരാമർശം ട്രംപിൽ നിന്നുണ്ടായി. രാജ്യത്ത് പുതുതായി എത്തിയ ഹെയ്ത്തിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഒഹായോവിൽ നേരത്തെയുള്ള ആളുകളുടെ വളർത്തുമൃഗങ്ങളായ പൂച്ചകളെ ഭക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് ആരോപിച്ചത്. നേരത്തെ തന്നെ ഈ വിവാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിരുന്നു. സ്പ്രിംഗ്ഫീൽഡിൽ അവർ നായകളെ ഭക്ഷിക്കുന്നു, ജനങ്ങളുടെ വളർത്തുമൃഗങ്ങളെയാണ് അവർ കൊന്നു തിന്നുന്നത്. ഈ രാജ്യത്ത് നടക്കുന്നതാണ് ഇക്കാര്യമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞതാണ്. സ്പ്രിംഗ്ഫീൽഡ് സിറ്റി മാനേജർ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ വാദങ്ങളൊക്കെ കമല ഹാരിസ് തള്ളിക്കളയുകയും ചെയ്തു. എല്ലാവരെയും വിഭജിക്കാനും യഥാർത്ഥത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് കമല ആരോപിച്ചു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈ യുദ്ധം അവസാനിക്കേണ്ടതുണ്ട്. എത്രയും വേഗം തന്നെ അത് സാധ്യമാകണം. അതിനായി വെടിനിർത്തൽ കരാർ ആവശ്യമാണ്. ബന്ദികളെ രക്ഷിക്കേണ്ടതുണ്ടെന്നും കമല പറഞ്ഞു. എല്ലാവർക്കും അറിയാം ട്രംപ് ഏകാധിപതികളെയാണ് ഇഷ്ടപ്പെടുന്നത്. അവരെ പോലെ ആവാനാണ് ട്രംപിന്റെ ശ്രമം. സൈനിക നേതാക്കളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരിൽ ചിലർ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അപമാനമാണെന്നാണെന്നും കമല ഹാരിസ് പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തെത്തിയാൽ ഉക്രൈൻ റഷ്യ യുദ്ധം 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ബൈഡനും കമലയ്ക്കും ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യമില്ല. ഞാൻ നാറ്റോയെ ഉപയോഗിച്ചതുപോലെ അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ അറിയില്ല. വ്ളാഡിമിർ പുടിനുമായും സെലൻസ്കിയുമായും നല്ല ബന്ധമാണുള്ളത്. പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് യുഎസിന്റെ താല്പര്യം. അതിനായി ചർച്ചകൾ ആവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു. 90 മിനിറ്റാണ് ഇരുവരും തമ്മിൽ സംവാദം നടന്നത്.